ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കർത്താവിന്റെ കൃപ ധാരാളമായിട്ട് ദൈവന ചിന്തകളോട് അനുഭവിക്കാൻ ദൈവം സഹായിക്കുന്നുണ്ട്. അതോർ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ആളവറ്റ ദൈവം നമ്മുടെ ചുറ്റും പകരട്ടെ. എല്ലാ സൗരന്മാരെയും പ്രാവശ്യം അറിയിക്കുന്നു. നമ്മുടെ ഓരോ കൂട്ടായ്മയും രക്ഷിക്കാലോ നമ്മളോട് ഇടപെടുന്ന വിധങ്ങളോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കൂടി വരുമ്പോഴൊക്കെ നമ്മുടെ കൂട്ടായ്മകളിൽ കർത്താവ് നമുക്ക് ആവശ്യമായ ദൈവവചനം ദൈവിക ആലോചനകളെ നൽകി തരുന്നു. അതിന് നമ്മൾ തിരിച്ചും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ കർത്താവ് നമ്മൾ കൃപ ചെയ്യുമാറാകട്ടെ. നമ്മള് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെ ഒന്ന് താരതമ്യപ്പെടുത്തിയാണ് കഴിഞ്ഞ 2 ആഴ്ചയായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായം എടുത്ത് നമ്മൾ ചിന്തിച്ചു. അപ്പോസ്തലൻ തന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളെ പറഞ്ഞിട്ട് തങ്ങളുടെ ജീവിതത്തിൽ ദൈവം കടത്തിവിട്ട വഴികളെ കുറിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെടുവിച്ച തങ്ങളുടെ ഫലം അവര് വ്യക്തമായി അവിടെ പറയുന്നതാണ് നമ്മൾ 2 ആഴ്ചകളിൽ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസും തന്റെ കൂടെയുള്ള തന്റെ സഹപ്രവർത്തകരും അവർക്ക് ലഭിച്ച വരത്തിലൂടെയല്ല പിന്നെയോ ഫലത്തിലൂടെയാണ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി. അവരുടെ ശുശ്രൂഷ അവരുടെ ഐഡന്റിറ്റി അല്ലായിരുന്നു, മറിച്ച് അവരുടെ സ്വഭാവമായിരുന്നു അവരുടെ ഐഡന്റിറ്റി. ശുശ്രൂഷ അവർ വ്യക്തമായി പറയുന്നുണ്ട്, അത് ദൈവം ഞങ്ങളിൽ കൃപ തോന്നി ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ ദൈവിക മർമ്മത്തിന്റെ വിശ്വസ്ത ഗൃഹവിചാരകരാണ്. അതിൽ ദൈവം ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ് എന്ന് നല്ല ബോധ്യം അവർക്കുണ്ട്. ആ ദൈവത്തിന്റെ ആ ശക്തി അവരിൽ പകർന്നിരിക്കുന്നത് ഈ മൺകൂടാരത്തിലാണെന്ന് അവർക്കറിയാം. അപ്പൊ അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 6:1 മുതൽ നമ്മൾ ചിന്തിച്ചപ്പോൾ അവിടെ നമ്മൾ വളരെ വ്യക്തമായി ചിന്തിച്ചു. അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് വായിച്ച് നമ്മൾ ധ്യാനിപ്പാനിടയായി. ദൈവത്തിന്റെ ശക്തിയിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലും നിലനിന്നുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ ഇവണ്ണമൊക്കെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവിടെ എങ്ങും തങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ചല്ല പറയുന്നത്, തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് പലരും തങ്ങളുടെ സ്വഭാവത്തെ മറയ്ക്കാൻ ശുശ്രൂഷയുടെ ആ പ്രാപ്തിയെ, ശുശ്രൂഷയുടെ വിജയകരമായ അനുഭവങ്ങളെ തങ്ങളുടെ സ്വഭാവത്തെ ഒരു എക്സ്ക്യൂസ് കാണാനായി ഉപയോഗിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ആരും തങ്ങളെ ഏൽപ്പിച്ച അതിമഹത്തായ ശുശ്രൂഷ അവർക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്തതിന്റെ ഒരു മറയായി ഒരിക്കലും പിടിച്ചില്ല. അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു വരപ്രാപ്തരാണ് അവരുടെ മേൽ ദൈവകൃപയുടെ അളവറ്റ വലിപ്പമുണ്ട്. അവർ ശുശ്രൂഷയ്ക്കായി അവർ നിയോഗിക്കപ്പെട്ടതാണ്. അത് അവർ സമയാസമയങ്ങളിൽ വിശ്വസ്തയോടെ ചെയ്തെടുക്കുമ്പോൾ തന്നെ സഭയിൽ അവരുടെ ദൈവമക്കളുടെ നടുവിൽ അവരുടെ വ്യക്തിത്വം അവർ വാർത്തെടുത്തത് അവരിലൂടെ പുറപ്പെട്ട ഒരു അത്ഭുതത്തിലൂടെയോ അടയാളത്തിലൂടെയോ രോഗശാന്തിയിലൂടെയോ വീര്യപ്രവൃത്തിയിലൂടെയോ അല്ല, മറിച്ച് കഷ്ടം കണ്ട നടുവിലൂടെ ദൈവം അവരെ കടത്തിവിട്ടപ്പോൾ അവർ പുറപ്പെടുവിച്ച സ്വഭാവമാണ്, ആ ഫ്രൂട്ടാണ് അവർ പറയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ ഐഡന്റിറ്റി, അത് വെച്ച് നിങ്ങൾ ഞങ്ങളെ വിലയിരുത്തിയാൽ മതി എന്ന് ധൈര്യസമേതം പറയാൻ അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ആൻഡ് ഹിസ് കമ്പാനിയൻസ് proved themselves through their fruit, not by their gift. അവരുടെ ഗിഫ്റ്റിലൂടെ അല്ല അവരവരെ വെളിപ്പെടുത്തിയത്, മറിച്ച് അവരുടെ ഫ്രൂട്ടിലൂടെ, അല്ലെങ്കിൽ അവരുടെ ഫലം. അതിനെ നമ്മൾ കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ അവരുടെ ക്യാരക്ടറിലൂടെയാണ് അവർ നമ്മളെ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായ ഒരു സന്ദേശം ദൈവം നൽകി തന്നു. നമ്മളെ ദൈവം വിവിധ ശുശ്രൂഷകൾ ഭരമേൽപ്പിക്കാം. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് അനവധി കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള കൃപ ദൈവം പകരാം. ദൈവിക മർമ്മത്തിന്റെ കാര്യസ്ഥന്മാരാക്കി ദൈവം നമ്മളെ ആക്കി വെക്കാം. പല ഓഫീസുകൾ ഉണ്ട് പുതിയ നിയമത്തിൽ. എന്തൊക്കെയാണ് നമുക്കറിയാം, 5-fold മിനിസ്ട്രി ആണ്. ആ 5-fold മിനിസ്ട്രിയിൽ ദൈവം പലരെയും ആക്കി വെക്കുന്നുണ്ട്. ആ പാസ്റ്റേഴ്സായി, ടീച്ചേഴ്സായി, ഇവാഞ്ചലിസ്റ്റായി, പ്രൊഫറ്റ്സായി ഒക്കെ ദൈവം അപ്പോസ്റ്റൽസായി ഒക്കെ ആക്കി വെക്കുമ്പോൾ അതെല്ലാം പ്രവർത്തിക്കേണ്ട മേഖലകളാണ്. തീർച്ചയായും അത് വിശ്വസ്തയോടെ നാം ഇവിടെ എല്ലാം പ്രയോജനപ്പെടണം. ഓരോ ദൈവവൈദ്യനും ഓരോ പ്രവർത്തിക്കേണ്ട ധർമ്മമുണ്ട്. ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ ഫംഗ്ഷൻ ഉണ്ട്, ശുശ്രൂഷയുണ്ട്. മിനിസ്ട്രിക്ക് ഒരിക്കലും ഭംഗം വരാൻ പാടില്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം, മിനിസ്ട്രി അല്ല നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ ക്യാരക്ടറാണ് നമ്മുടെ ഐഡന്റിറ്റി. കാരണം അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് നാളുകൂടെ മുന്നോട്ട് പോകും. പക്ഷെ എവിടെ ചെല്ലും? ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ മിനിസ്ട്രി അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അവർക്ക് ഗുണം ചെയ്യത്തില്ല. പിന്നെയോ അവർ മിനിസ്ട്രി ചെയ്ത് അനേകർക്ക് പ്രയോജനം ഉണ്ടായി കാണും. പക്ഷെ ആരെ അത് ഭരമേൽപ്പിച്ചോ അവർ ഒടുവിൽ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? കുറ്റക്കാരായി. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോവുകയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലെന്ന് പറയുന്ന തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക്
ഫലം പുറപ്പെടുവിക്കാത്ത തീരുമ്പോൾ അവർക്ക് വരം അവർ ദൈവം കൊടുത്തത് അവർ ഉപയോഗിച്ച് കാണും. പക്ഷേ ദൈവം ആഗ്രഹിച്ച പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും ദൈവത്തിന്റെ ശക്തിയാലും അടിസ്ഥാനപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കേണ്ട സ്വഭാവത്തിൽ പരാജയപ്പെട്ടു പോയാൽ നാം എത്ര വലിയ മിനിസ്ട്രി ചെയ്താലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും കർത്തവ്യങ്ങൾ ചെയ്താലും ഒടുവിൽ ദൈവത്തിൽ നമുക്ക് തള്ളപ്പെടേണ്ടി വരും, കുറ്റക്കാരായി തീരേണ്ടി വരും. കാരണം ഫലമില്ലായ്മയെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ളതല്ല വരം എന്ന് ഒരു ദൈവവേദന അറിഞ്ഞിരിക്കണം. എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ദൈവം തന്ന വരമെല്ലാം ഞാൻ അങ്ങ് ശുശ്രൂഷിച്ചേക്കാമെന്ന് പറയുന്നത് ഫലത്തിന് പകരം വെക്കാനുള്ളതല്ല വരം അല്ലെങ്കിൽ കൃപാദാനങ്ങൾ. മറിച്ച് ഫലത്തിന്റെ സ്ഥാനത്ത് ഫലം വേണം. കൃപാദാനം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യേണ്ടിടത്ത്, ശുശ്രൂഷിക്കേണ്ടിടത്ത് നമ്മളത് ചെയ്യുകയും വേണം. രണ്ടും ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ വിശ്വസ്തയോടെ വേണ്ടതാണ്. ഇവ രണ്ടും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഒന്ന് പറഞ്ഞ് മറ്റൊന്നിനെ വില കുറയ്ക്കുകയല്ല. ഫലത്തെ കുറിച്ച് പറയുമ്പോൾ വരത്തെ താഴ്ത്തുകയല്ല, വരത്തെ കുറിച്ച് പറയുമ്പോൾ ഫലത്തെ താഴ്ത്തുകയല്ല. പക്ഷെ രണ്ടിനും ദൈവസനിൽ അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് അറിഞ്ഞ് ദൈവമക്കളായ നമുക്ക് വിശ്വസ്തയോടെ വരത്തെ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താം. കാഴ്ചക്കാർ അല്ലെ ശുശ്രൂഷ അനുഭവിക്കുന്നവർ ഒരു പക്ഷെങ്കിൽ നമ്മളുടെ വരപ്രാപ്തി കണ്ടെന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞേക്കാം, പലർക്കും അനുഗ്രഹമായേക്കാം. പക്ഷെ ദൈവം അതൊന്നും കൊണ്ടൊന്നും പ്രസാദിക്കത്തില്ല. ദൈവപ്രസാദവും മനുഷ്യരുടെ മുമ്പിൽ യഥാർത്ഥമായി നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെട്ട് വരണമെങ്കിൽ അത് നമ്മുടെ ക്യാരക്ടറിലൂടെ, സ്വഭാവത്തിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ഏത് സ്വഭാവമാണ്? മാനസാന്തരത്തിന് യോഗ്യമായി നമ്മളിൽ വരുന്ന രൂപാന്തരത്തിന്റെ സ്വഭാവം. ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിന് അനുരൂപരാകുവാൻ നമ്മൾ എടുത്തു വെക്കുന്ന ഓരോ ദിവസത്തെ ചുവടുവെപ്പാണ് ഈ സ്വഭാവം, ഈ പ്രത്യേകത. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, നമ്മുടെ ഒരു സമർപ്പണം കൊണ്ടോ ഉരുവായി വരുന്നതല്ല. പിന്നെയോ ഓരോ ദിവസവും വളരെ ഗ്രാജുവലി ട്രാൻസ്ഫോമായി ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന ആ സ്വഭാവ രൂപാന്തരമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം. അത് ഏത് സാഹചര്യത്തിലും പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. അങ്ങനെ പുറപ്പെടുവിച്ചു എന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ധൈര്യസമേതം കൊരിന്ത്യരോട് പ്രസ്താവിക്കുകയാണ്. നമുക്കും അങ്ങനെ പ്രസ്താവിപ്പാൻ ദൈവം കൃപ തരട്ടെ. ആരെങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ധൈര്യസമേതം നിന്നുകൊണ്ട് ഇവണ്ണം ഇപ്രകാരമുള്ള വഴിയിലൂടെ കർത്താവ് ഞങ്ങളെ കടത്തിവിട്ടപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറിയതെന്ന്, നിങ്ങൾ കണ്ടതല്ലേ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് ധൈര്യസമേതം പറയുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായവും ദൈവത്തിന്റെ ശക്തി നമ്മളെ പൂർണ്ണമായും സജ്ജമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനായി എന്നെയും ദൈവരങ്ങളിൽ സമർപ്പിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവരങ്ങൾ സമർപ്പിക്കാം. അവർ എന്ത് ചെയ്തു? എന്നിട്ട് അവരെന്താ പറഞ്ഞത്? അങ്ങനെ ഒരു ഐഡന്റിറ്റി അവർ വെളിപ്പെടുത്തുമ്പോൾ അവർ പറയുകയാണ്, they serve God irrespective of all circumstances. എന്താണ്? സാഹചര്യങ്ങൾക്ക് അതീതമായി അപ്പുറമായി അവർ ദൈവത്തെ സേവിച്ചു. സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും, മാനത്തിലും അപമാനത്തിലും, രോഗത്തിലും ബുദ്ധിമുട്ടിലും, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും, അതെ ഭക്ഷണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അവർ പറയുകയാണ്, ദൈവത്തോടുള്ള ഞങ്ങളുടെ ഏകാഗ്രതയ്ക്കോ ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിലോ ഞങ്ങൾ ഭംഗം വരുത്തിയില്ല. നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ട ഏറ്റവും മാന്യമായ സ്വഭാവം ഞങ്ങൾ വെളിപ്പെടുത്തി. ദൈവത്തിന് കൊടുക്കേണ്ട ശുശ്രൂഷ ദൈവത്തിന് കൊടുത്തു. മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തേണ്ട വ്യക്തമായ ആ വിശുദ്ധിയുടെ ആ പ്യൂരിറ്റിയുടെ സ്വഭാവം ഞങ്ങൾ വെളിപ്പെടുത്തിയെന്ന് കഷ്ടതയുടെ നടുവിലും അപ്പോസ്തലൻ തന്റെ അനുഭവത്തെ വ്യക്തമാക്കിയാണ്. എന്നിട്ട് അപ്പോസ്തലൻ പറയാണ്, നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12 മുതൽ ചിന്തിക്കുന്ന ആ ക്വാളിറ്റീസ് അപ്പോസ്തലൻ കൊരിന്ത്യർ 2 പറയുന്നു, ഈ വകയൊക്കെ ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞുവല്ലോ. അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് നമ്മൾ 12-ാം വാക്യം വായിക്കുകയാണ്. Colossians chapter 3 verse 12 onwards. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനും വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ഗന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരുമായിരിക്കും. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ
ഒരൊറ്റ പാരഗ്രാഫായി നമുക്കവിടെ കാണുവാൻ കഴിയും. നമ്മൾ 3 കാര്യങ്ങൾ നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, ഈ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം നമ്മൾ 5 മുതൽ ചിന്തിച്ചു വരുമ്പോൾ 5 മുതൽ 17 വരെ ചിന്തിക്കുമ്പോൾ 3 പോയിന്റുകളാണ് നമുക്ക് അവിടുന്ന് എന്താ പറയട്ടെ, ഒരു തലക്കെട്ടെന്ന നിലയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, പേഴ്സണൽ ഹോളിനെസ്, വ്യക്തിപരമായ നമ്മുടെ വിശുദ്ധി. അതാണ് നമ്മൾ കൊലോസ്യ ലേഖനം 5 തൊട്ട് 11 വരെ ഓൾറെഡി ചിന്തിച്ചത്. 2, ഇനി 12 തൊട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 12ന്റെ പകുതി, 12 തൊട്ട് ഏകദേശം ആ 14-ാം വാക്യം വരെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ അതിപ്രധാനമായ ഘടകങ്ങൾ, ക്രിസ്തീയ നിലവാരത്തിൽ ജീവിക്കുന്ന ക്രിസ്തു ഭക്തനായി ഒരു ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട സ്വഭാവ ഗുണങ്ങൾ, ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എലമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന ആ ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ടൊരു 3 പോയിന്റ് നമ്മൾ പോയിന്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പറയാം. 1, പേഴ്സണൽ ഹോളിനെസ്, വ്യക്തിപരമായ വിശുദ്ധി. 2, എ ലവിങ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആ സ്നേഹപൂർവമായ അഗപ്പെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു മനോഭാവം. 3, അതാണ് അവസാന ഭാഗങ്ങൾ വായിച്ചത്, എ താങ്ക്ഫുൾ ഹാർട്ട്, നന്ദിയുള്ള ഒരു ഹൃദയം. ഇത് 3 എന്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ്? എലമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ്, ക്രിസ്തീയ നിലവാരത്തിന്റെ നാം കാത്തു സൂക്ഷിക്കേണ്ട ആദർശങ്ങൾ, അല്ലെങ്കിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ആ മൂല്യങ്ങൾ എന്ന് നമുക്ക് പറയാം. അതിന്റെ ഘടകങ്ങളാണ് ഈ 3 പോയിന്റ്. ഞാൻ ഒന്നുകൂടെ പറയും. 1, നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധി അല്ലെങ്കിൽ പേഴ്സണൽ ഹോളിനെസ്. 2, എ ലവിങ് ആറ്റിറ്റ്യൂഡ്, സ്നേഹപ്പൊതിഞ്ഞ സ്നേഹത്തോടു കൂടിയ ഒരു പെരുമാറ്റം. 3, എ താങ്ക്ഫുൾ ഹാർട്ട്, നന്ദിയുള്ള ഹൃദയം. ഈ 3 കാര്യങ്ങളുടെ അതിനെ ഒന്നും കൂടെ ഒന്ന് വിശദമാക്കിയാണ് അപ്പോസ്തലൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ഒന്നും കൂടെ പറയാനായിട്ട് ഇവിടെ ആഗ്രഹിക്കുന്നു. ഈ 3 പോയിന്റുകൾ പറയുമ്പോൾ, ഒന്നാമത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു പേഴ്സണൽ ഹോളിനെസ്. അത് നമ്മൾ ചിന്തിച്ചു. എന്താ നമ്മൾ ചിന്തിച്ചേ? അതെന്തൊക്കെയാണ്? അതായത് ദുർനടപ്പ് ഒഴിവാക്കണം, അവോയ്ഡ് സെക്ഷുവൽ സിൻസ്, അവോയ്ഡ് സിൻസ് ഓഫ് ദ ടങ്, നാവ് കൊണ്ടുള്ള ആ പാപങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. അവോയ്ഡ് ലൈസ്, വ്യാജം പറയാതെ മാറി നിൽക്കണം. അതുപോലെ കൃപയാൽ ഉള്ള സംഭാഷണത്തിന് വേണ്ടി നമ്മൾ മുതിരണം. അപ്പൊ പേഴ്സണൽ ഹോളിനെസ്സിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ 5 തൊട്ട് 10 വരെ, അല്ലെങ്കിൽ 5 തൊട്ട് 9 വരെ ചിന്തിച്ചത്. ഇവ നമുക്ക് എന്തിനാ അത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധി ദൈവസന്നിധിയിൽ ദൈവം പ്രതീക്ഷിക്കുന്നു. അപ്പൊ പേഴ്സണൽ ഹോളിനെസ്, വ്യക്തിപരമായ വിശുദ്ധി ആരോട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ ഇങ്ങനെ വായിക്കാം. പേഴ്സണൽ ഹോളിനെസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് കോണ്ടക്ട് in the world that we must have. ലോകത്തോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ആ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ നമ്മൾ ലോകത്തിൽ നമ്മുടെ പെരുമാറ്റ ചട്ടം അതായിരിക്കണം. നമ്മൾ പറഞ്ഞ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നും ഒക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അടുത്ത സ്കൂളിലോട്ട് പോകാൻ, അടുത്ത കോളേജിലോട്ട് പോകാൻ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് മേടിക്കും. നമ്മൾ എന്തുവാ, പഠിത്തത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, മാർക്സിന്റെ നമ്മുടെ ഒരു ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് എന്തുകൂടെ വേണം? ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു പെരുമാറ്റ, നമ്മൾ എങ്ങനെയാണ് ആ വിദ്യാലയത്തിൽ പെരുമാറിയതെന്ന് നമ്മളെ വീക്ഷിച്ച നമ്മുടെ അധ്യാപകർ നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഒരു വിദ്യാലയത്തിന് അതിൻ്റെതായ ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിൽ, ഒരു കോളേജിന് അതിൻ്റെതായ പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിൽ, ഒരു ഭവനത്തിന്, ഓരോ പഠന കേന്ദ്രങ്ങൾക്കും ജോലിയിടങ്ങൾക്കും ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ പ്രത്യേക ഇടങ്ങൾക്കും അതിൻ്റെതായ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ, അപ്പോസ്തലൻ പൗലോസ് പറയാ, ദൈവമക്കളെ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആരെന്നറിയാമോ? 12-ാം വാക്യത്തിൽ, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അപ്പോസ്തലൻ പൗലോസ് അവരുടെ ട്രൂ ഐഡന്റിറ്റി പറയുക. എന്താ ഇങ്ങനെ പറയാൻ കാര്യം? കാരണം ദുരുപദേശകർ സഭയിൽ കടന്നുകൂടിയിട്ട് പറയുകയാണ്, പിന്നെ യഹൂദ മതത്തോട് വളരെ എരിവുള്ളവർ പറയുകയാണ്, നിങ്ങളുടെ ഇപ്രകാരമുള്ള നിങ്ങൾ ദൈവമക്കളാണെന്നുള്ള യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ച രക്ഷയെ മാത്രം നിങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എല്ലാം ആകത്തില്ല, പൂർണ്ണമാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല പ്രവൃത്തികളാലൂടെ അവരുടെ രക്ഷ പൂർണ്ണമാക്കുവാൻ
അവരെ നിർബന്ധിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, കൊലോസ്യരെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കണം. ആരെല്ലാം വന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ മറന്നു പോരുത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പദവിയെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ സാങ്ക്ടിഫിക്കേഷൻ ഏൽപ്പിച്ചു കൊടുക്കണം. എന്താണ് ആ പദവി? നിങ്ങൾ ആരാണ്? ചോസൺ വൺ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ ക്രിസ്തുയേശുവിലൂടെ. രണ്ട്, നിങ്ങൾ ആരാ? യു ആർ ഹോളി പീപ്പിൾ. നിങ്ങൾ വിശുദ്ധന്മാരാ. എങ്ങനെ? സെപ്പറേറ്റ് ത്രൂ ക്രൈസ്റ്റ്. അപ്പൊ ചോസൺ വൺ ആണ്. എങ്ങനെ? ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഇനിയും ക്രിസ്തുവിലൂടെ വേർപെട്ടവർ. അവർക്ക് പറയുന്ന പേരാണ് വിശുദ്ധർ. ഈ സ്റ്റാൻഡേർഡ് ആണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചിട്ട് 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതുകൂടെ ചിന്തിച്ചാൽ എന്താണ്? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നാം ജഡത്തിലെയും അല്ലെങ്കിൽ നമ്മുടെ ദേഹിയുടെയും നമ്മുടെ ആ ജഡത്തിലെയും ആത്മാവിലെ നമ്മുടെ ദേഹത്തിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പൊ ദൈവം തന്നിരിക്കുന്ന തികയ്ക്കപ്പെട്ട പൂർണ്ണമായ ഒരു വിശുദ്ധ പദവി, ഇനി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് തികയ്ക്കേണ്ട ഒരു വിശുദ്ധീകരണം. ഇവ രണ്ടും വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം തെറ്റിപ്പോകും. വിശുദ്ധരോട് പറയുകയാണ് 3:12 കൊലോസ്യർ, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും, അതായത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധന്മാരും പ്രിയരുമായി 3 പദവികൾ എടുത്തു പറഞ്ഞിട്ടാ പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ട പെരുമാറ്റം, നിങ്ങൾക്ക് വേണ്ട ആ ക്വാളിറ്റീസ് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞ അപ്പോസ്തലൻ ഉപദേശിക്കുമ്പോൾ ദൈവമക്കളായ നാം അറിഞ്ഞിരിക്കണം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ സ്ഥാനം എന്നെന്ന് ചോദിച്ചാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കും. എങ്ങനെ? ക്രിസ്തുവിലൂടെ. ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, ആത്മാവിൽ വിശുദ്ധീകരണം എങ്ങനെ? ക്രിസ്തുവിലൂടെ. എങ്ങനെയാണ് നിങ്ങൾക്കൊരു വിശുദ്ധ കൂട്ടമായി തീർന്നത്? ക്രിസ്തുവിലൂടെ ഞങ്ങൾ സെപ്പറേറ്റ് ആയി. നിങ്ങൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമായത്? അബ്രഹാമിലൂടെ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് ഇസ്രായേൽ അവകാശം പറയുമ്പോൾ പുതിയ നിയമസഭ പറയും ഞങ്ങൾ ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ സ്വന്തം ജനമായി. അപ്പൊ ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ സ്വന്തം ജനമായ തെരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവേശു മുഖാന്തരം ലോകത്തിൽ നിന്ന് വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് സെപ്പറേറ്റ് ആയി. ആ സെപ്പറേറ്റ് ആയവർക്ക് പറയുന്ന പേരാണ് വിശുദ്ധർ അല്ലെങ്കിൽ ഹോളി വൺ. എപ്പോഴും ദൈവമക്കൾ ഓർക്കണം, വിശുദ്ധർ, ഹോളി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ വരേണ്ടത് വെള്ളവസ്ത്രമല്ല, മനസ്സിൽ വരേണ്ടത് ലളിത ജീവിതമല്ല. വിശുദ്ധർ എന്ന് കേൾക്കുമ്പോൾ ദൈവം എന്താണ് അർത്ഥമാക്കി ചോദിച്ചാൽ സെറ്റ് അപ്പാർട്ട്. ഒരു വക്രതയും കോട്ടമുള്ള ഒരു തലമുറയിൽ നിന്ന് ദൈവം തന്നെ തന്റെ പുത്രനിലൂടെ സെലക്ട് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നവർ. യഹോവ ദൈവമാ വിശുദ്ധ ജാതി നമ്മൾ പാടിയില്ലേ, പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതി ഉണ്ടോ? അപ്പൊ വലിയ ഒരു കൂട്ടത്തിൽ നിന്ന് തങ്ങളുടെ ലക്ഷ്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നവരെ ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അടർത്തി മാറ്റി ആയിരുന്ന സമൂഹത്തിൽ നിന്ന് കോട്ടവും വക്രതയും വ്യഭിചാരവും ദുഷ്ടതയുമുള്ള തലമുറയിൽ നിന്ന് ദൈവം തനിക്കായി സെപ്പറേറ്റ് ചെയ്തവർക്ക് ദൈവം കൊടുക്കുന്ന പേരാണ് ദൈവത്തിന്റെ വിശുദ്ധർ. ഇങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജഡത്തിന്റെയും നിങ്ങളുടെ ദേഹിയുടെയും സകല കന്മഷവും സകല മലിനതയും നീക്കുവാൻ വിശുദ്ധിയിൽ നിങ്ങളെ വിട്ടുകൊടുക്കണം. വിശുദ്ധിക്കായി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. തമ്മിൽ മാച്ച് ചെയ്യത്തില്ല. ഒരു നാച്ചുറൽ മാൻ ഒരിക്കലും ഒരു പ്രാകൃത മനുഷ്യൻ ഒരിക്കലും ഇത് മനസ്സിലാക്കുക. ഇതെന്തോ പറയുന്നത്? വിശുദ്ധരാന്നും പറയുന്നു, പിന്നെ വിശുദ്ധീകരിക്കപ്പെടണമെന്നും. പക്ഷെ നമുക്ക് മനസ്സിലാവും, ആത്മീയൻ സകലതും വിവേചിക്കുന്നു, ആത്മീയന് കാര്യം പിടികിട്ടും. ഇവിടെ എന്താ? അപ്പൊ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന പദവിയെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നോണ്ട് വേണം. അതാണ് 2 കൊരിന്ത്യർ 6-7 പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 6-ാം അധ്യായ അവസാനം വാക്യം മഹത്തായ വാഗ്ദാനങ്ങളെ പറഞ്ഞിട്ടാ പറഞ്ഞത്, ഇത്ര വലിയ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് എന്ന് പറയുന്ന ആ ഉയർന്ന പദവി. അപ്പോസ്തലൻ അതേ സ്റ്റാൻഡേർഡിലാണ് ആരോടെ കൊലോസ്യരോട് ഇടപെട്ടത്. പക്ഷേ അവിടെ വന്ന മറ്റു പ്രീച്ചേഴ്സ് അങ്ങനല്ല ഇടപെട്ടെ. അവിടെ വന്ന ജ്ഞാനം അടിക്കുന്നവരും
അവിടെ വന്ന അതെ കഠിനവ്രതത്തിലൂടെ വിശുദ്ധിയെ തികയ്ക്കുന്നവരും ബഹുദ മതാചാരങ്ങളിലൂടെ രക്ഷയുടെ പൂർത്തീകരണം കണ്ടെത്തുന്നവരും ഈ ഉപദേശം കൊടുക്കത്തില്ല. പോരാ പോരാ പോരാ, അതെ അങ്ങനെയല്ല ഇങ്ങനെയല്ല. അവർ മറ്റെന്തോ കൊടുത്തു. അപ്പോസ്തലൻ ഖണ്ഡിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സ്ഥാനത്തെ ഒന്നും കൂടെ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. എന്തൊരു ശ്രേഷ്ഠമായ ആഹ്വാനത്തിലൂടെയാണ് ഉപദേശം കൊടുക്കുന്നത്. ആ പദവിയെ നിലനിർത്തിക്കൊണ്ട് സംസാരിക്കും. അതാണ് ഇത് ജെന്റൈൽ ബിലീവേഴ്സ് ആണ്. ഇത് സമ്മതിക്കത്തില്ല, യഹൂദന്മാരെ സമ്മതിക്കത്തില്ല ഈ പദവി എടുക്കാൻ. അതിനവർക്ക് എന്ത് ചെയ്യണം? പരിച്ഛേദന ഏൽക്കണം, അതിനവർക്ക് ശബത്ത് ആചരിക്കണം, അതിനവർക്ക് ഭോജന യാഗങ്ങൾ ആചരിക്കണം, എങ്കിലേ അവര് സമ്മതിക്കൂ. പിന്നെ തത്വജ്ഞാനികളാണെ പറയും ക്രിസ്തുവിനേക്കാൾ വലിയ മർമ്മം ഞങ്ങൾക്ക് ഇനിയും കിട്ടിയെന്ന് പറയും. ഇങ്ങനെ ജനത്തെ ഞെരുക്കുമ്പോൾ അപ്പോസ്തലൻ അതെ 3:11 നമ്മൾ ചിന്തിച്ചു, യവനനെ യഹൂദനെ പരിച്ഛേദനക്കാരനെ അന്തർജനവും ബർബരനും ശകനും ദാസനും സ്വതന്ത്രനും അതിന്റെ എല്ലാരെയും കൂടെ ചേർത്ത് പറഞ്ഞു, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകും. എന്നിട്ട് അവരുടെ പദവി ഉറപ്പിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ. എലമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ്. ഒന്ന്, നിങ്ങളൊരു കാര്യം ഓർത്തോണം, ദൈവം നിങ്ങളെ സെറ്റപ്പാർട്ട് ചെയ്തു, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു, ക്രിസ്തുയേശുവിടെ ദൈവം അത് ചെയ്തു. പക്ഷെ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളുടെ ദേഹിയെ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ആർക്ക് വിട്ടുകൊടുക്കണം? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി, ദൈവത്തിന്റെ പരമാധികാരത്തിന്, ക്രിസ്തുയേശുവിന്റെ കർത്തൃത്വത്തിനായി നിങ്ങൾ വിട്ടുകൊടുക്കുക. എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? സാങ്ക്ടിഫിക്കേഷൻ ആയിരിക്കും അതിന്റെ. കർത്താവായ യേശു വിശ്വസിച്ചപ്പോൾ നിത്യജീവൻ ലഭിച്ചു. കർത്താവ് യേശു വിശ്വസിച്ചപ്പോൾ രക്ഷയാണ് റിസൾട്ട് എങ്കിൽ, സ്വർഗരാജ്യത്തിൽ അവകാശമാണെങ്കിൽ, നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ചിന്തകളെയും പ്രാണനെയും ദൈവത്തിന്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോൾ എന്താണ്? ആരെങ്കിലും ചോദിക്കുകയാണ്, അതുകൊണ്ട് എന്ത് ഗുണം? അതിന്റെ ഗുണമാണ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് നാം എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? വിലയേറിയ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ ദൈവകരത്തിൽ എത്തിച്ചു കൊടുക്കും. അപ്പൊ 3 പോയിന്റ് ഞാൻ ആവർത്തിക്കുന്നു. 1, പേഴ്സണൽ ഹോളിനെസ്. 2, എ ലവിങ് ആറ്റിറ്റ്യൂഡ്. 3, താങ്ക്ഫുൾ ഹാർട്ട്. എന്തിനാണ് പേഴ്സണൽ ഹോളിനെസ്? വ്യക്തിപരമായ ആ വിശുദ്ധീകരണം നമുക്ക് ആവശ്യമല്ലേ? നമുക്ക് അതെ സെറ്റപ്പാട്ടായി ഞാൻ ഇനി എന്തിനാ പ്രത്യേകിച്ച് ഇനി എന്റെ നാവിനെ നിയന്ത്രിക്കണോ? ഞാനിപ്പം ദുർനടപ്പ് ആചരിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം? ദൈവം എന്നെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ചില്ലേ? ഞാനിപ്പോ ഇച്ചിരി കള്ളം പറഞ്ഞാലുള്ള കുഴപ്പം? ഞാൻ ആരായി? പ്രിയയും പ്രിയനുമായി ഞാൻ. അങ്ങനെയാണോ നാം ചിന്തിക്കുന്നത്? അല്ലേ അല്ല. പിന്നെ എന്താണ്? പേഴ്സണൽ ഹോളിനെസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് കോണ്ടക്ട് ഇൻ ദ വേൾഡ് ദാറ്റ് വി മസ്റ്റ് ഹാവ്. ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടെ പാലിക്കേണ്ട പെരുമാറ്റ അടിസ്ഥാനം, പെരുമാറ്റ രീതിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡാണ് ഈ പേഴ്സണൽ ഹോളിനെസ്. ഈ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ആ പേഴ്സണൽ ഹോളിനെസ് കൊണ്ട് എന്താണ്? ദുർനടപ്പിൽ നിന്ന് മാറിക്കൊണ്ട്, വ്യാജത്തിൽ നിന്ന് മാറിക്കൊണ്ട്, അതെ ക്രോധത്തിൽ നിന്ന് മാറിക്കൊണ്ട്, കോപത്തിൽ നിന്ന് മാറിക്കൊണ്ട്, ദുഷ്ട കൂട്ടുകെട്ടിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ ഈ ലോകത്തിന്റെ മുമ്പിൽ. കാരണം എന്താ? നമ്മളെ വക്രതയും കോട്ടമുള്ള തലമുറയിൽ സെറ്റപ്പാർട്ട് ചെയ്തത് അവരുടെ അതേ സ്വഭാവം പുറപ്പെടുവിക്കാനാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ വിശുദ്ധിക്ക് അവിടെ പ്രാധാന്യമില്ലാതാകും. ദൈവം തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയത് എന്തിനു ചോദിച്ചാൽ, ദൈവത്തിന് തെളിയിക്കണം, ഞാൻ സെപ്പറേറ്റ് ചെയ്ത എന്റെ ജനം തങ്ങളുടെ സ്വഭാവം കൊണ്ട് അവർ തെളിയിക്കും, അവർ എന്റെ ജനമാണ്. അത് ലോകത്തിന് മുമ്പിൽ നമുക്കുണ്ടാകേണ്ട സ്റ്റാൻഡേർഡാണ് പേഴ്സണൽ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 12 തൊട്ടുള്ള വാക്യങ്ങൾ എ ലവിങ് ആറ്റിറ്റ്യൂഡാണ്. എന്താണ് ലവിങ് ആറ്റിറ്റ്യൂഡ്? എന്തിനു വേണ്ടിയാ? എ ലവിങ് ആറ്റിറ്റ്യൂഡ് ഇസ് എ സ്റ്റാൻഡേർഡ് ഓഫ് കോണ്ടക്ട് ദാറ്റ് വി മസ്റ്റ് ഹാവ് ഇൻ ദ ചർച്ച്. സഭയോടുള്ള ബന്ധത്തിൽ നമ്മളുടെ പെരുമാറ്റം, നമ്മുടെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ പുലർത്തേണ്ട സ്റ്റാൻഡേർഡാണ് സ്നേഹത്തിൽ, അഗപ്പേ സ്നേഹത്തിൽ പൊതിഞ്ഞ ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇത് നമ്മൾ ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണെന്നറിയോ? Each one of the qualities mentioned in this passage express themselves in relationship. ഇവിടെ പറയുന്ന ഓരോ ഗുണങ്ങളും ബന്ധങ്ങളോട് കണക്റ്റഡ് ആണ്. റിലേഷൻഷിപ്പിൽ, അതായത് സാഹോദര്യ ബന്ധത്തിൽ
എക്സ്പ്രസ് ചെയ്യേണ്ട സ്വഭാവ സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് ഏകാന്തതയിൽ പ്രാപിച്ചെടുക്കുന്ന വരങ്ങളെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു മല കയറിപ്പോയി സകല ശല്യങ്ങളും വിട്ടുമാറട്ടെ, എനിക്ക് ഒരു ശല്യവും വേണ്ട, എനിക്ക് കുറച്ചാൾ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് എല്ലാ തിരക്കും വിട്ട് ഒരു പർവ്വത ആരോഹണം നടത്തി ആരും ശല്യം ചെയ്യാത്ത ഒരു സ്ഥലത്തെത്തിപ്പോയി പ്രാപിക്കുന്ന വരങ്ങളെ കുറിച്ചല്ല നാം ചിന്തിക്കുന്ന. പിന്നെയോ സകല ജനത്തിന്റെ മധ്യത്തിലും ലോകത്തിന്റെ മധ്യത്തിൽ ജീവിച്ച് സഭയുടെ മധ്യത്തിൽ ജീവിച്ച് അതിന്റെ നടുവിൽ നമ്മൾ ഇന്ന് പുറപ്പെടേണ്ട അതേ അട്രിബ്യൂട്ട്സ് ആണ്, സ്വഭാവ ഗുണങ്ങളാണ്. ഇതെല്ലാം എന്തിനോട് ബന്ധപ്പെട്ടെന്നറിയാം? ഇതെല്ലാം മറ്റൊരുള്ളവരുമായി നമ്മുടെ ബന്ധത്തിൽ എക്സ്പ്രസ് ആകേണ്ട ക്വാളിറ്റീസ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. അത് അപ്പൊ രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇനി താങ്ക്ഫുൾ ഹാർട്ട് എന്തിനാ? എ താങ്ക്ഫുൾ ഹാർട്ട് ഇസ് എ സ്റ്റാൻഡേർഡ് we strive for with God in our relationship. ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ പുലർത്തേണ്ട നിലവാരമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ കർത്താവേ നീ ചെയ്ത സകല നന്മകൾ ഓർക്കുമ്പോൾ എന്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേബിളായ എന്താ പറയണ്ടേ, നന്ദിയാൽ പ്രചോദിക്കപ്പെടുന്ന ജീവിതത്തിന്റെ ഉടമകളായി എന്തിനാ മാറുന്നേ? ദൈവവുമായുള്ള ബന്ധത്തിൽ പുലർത്തേണ്ട സ്റ്റാൻഡേർഡാണ് താങ്ക്ഫുൾ ഹാർട്ട്. അങ്ങനെയുള്ളവർക്ക് മനുഷ്യനോട് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ പേഴ്സണൽ ഹോളിനെസ്, വ്യക്തിപരമായ വിശുദ്ധി ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കണം. നമ്മൾ ആരാണ്? കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണ്, വിശുദ്ധരാണ്, പ്രിയരാണ്. രണ്ട്, അഗപ്പേ സ്നേഹത്തിൽ അടിസ്ഥാനത്തിലുള്ള ആ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം ആരോട് ബന്ധപ്പെട്ടതാ? ചർച്ചിനോട് ബന്ധപ്പെട്ടത്. നന്ദിയുള്ള ഹൃദയത്തോടുള്ള ജീവിതം, നന്ദിയുള്ള ഹൃദയത്താൽ പ്രചോദിതമായ മോട്ടിവേറ്റഡ് ആയ ലൈഫ് ആർക്ക് വേണ്ടിയാ? ദൈവത്തിന്റെ മുമ്പിൽ നാം പറയുകയാണ്, അങ്ങ് ചെയ്ത ഓരോ കാര്യങ്ങളും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആ ജീവിതത്തിന് വേണ്ട അനിവാര്യമായ ഘടകമാണ് എ താങ്ക്ഫുൾ ഹാർട്ട്. ഈ 3 പോയിന്റുകളാണ് എലിമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡിൽ 12 തൊട്ട് അല്ലെങ്കിൽ 5 തൊട്ട് 17 വരെ നാം കാണുന്നത്. അതിൽ 12 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: നിങ്ങൾക്ക് എന്ത് വേണം? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. അപ്പോ കമ്പാഷൻ വേണം, മനസ്സലിവ് വേണം, താഴ്മ വേണം, ദയ വേണം. അപ്പം ഈ കമ്പാഷൻ എന്ന് പറയുന്നത്, മനസ്സലിവ് എന്ന് പറയുന്നത് അത് ഒരു ആർദ്രമായ ഒരു വികാരമാണ്. ആർക്കുള്ള? സഫർ ചെയ്യുന്നവരോട്, കഷ്ടം അനുഭവിക്കുന്നവരോട്, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരോട്. എന്ത് ക്വാളിറ്റിയെ വേണം നമുക്ക്? നമുക്കൊരു ആർദ്രത, ആ കമ്പാഷൻ വേണം, മനസ്സലിവ്. അതായത് അതിന്റെ അർത്ഥം എന്നാ ചോദിച്ചാൽ, അലിയേണ്ട അടുത്ത് മനസ്സലിയണമെന്ന്. അതാണ് അതിന്റെ അർത്ഥം. എവിടെ അലിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ അവിടെ മനസ്സ് അലിയണം. അത് ദൈവം ആരിൽ ആഗ്രഹിക്കുന്നു? തന്റെ വിശുദ്ധർ, തന്റെ പ്രിയർ, തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ആർദ്രമായ ഒരു ഹൃദയം. അതായത് സഫർ ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ, ഏത് വിഷയത്തിലായിക്കോട്ടെ, അവിടെ നിങ്ങൾ യഹൂദ ജനത്തോട് പറഞ്ഞ പോലെ, ഇസ്രായേൽ എന്തോടെ ലീഡേഴ്സിനോട് പറഞ്ഞ പോലെ, നിങ്ങൾക്ക് പലപ്പോഴും യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. യാഗം, അതിന്റെ നിയമം തെറ്റിച്ചോ, എല്ലാം നിയമങ്ങളുടെ പുറകെ ഓടുന്ന ഒരു ജനം. പക്ഷെ കരുണ എന്ന് പറഞ്ഞ കാര്യം ഇല്ല. അപ്പൊ എന്താണ് മനസ്സലിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കമ്പാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെൻഡർ ഫീലിംഗ് ടുവേർഡ്സ് സഫറിംഗ് വൺ. എവിടെ നമ്മളുടെ മനസ്സ് എവിടെ അലിയണമോ, എവിടെ ആ സഹാനുഭൂതി കൊണ്ട് നിറയണമോ അവിടെ നിറഞ്ഞിരിക്കണം. അത് ഓരോ സാഹചര്യം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവിടെ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളോ മുൻ തീരുമാനങ്ങളോ ഒന്നും ബാധകമല്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ
നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട ആർദ്രമായ ഒരു വികാരമാണ് മനസ്സലി. അല്ലാതെ കേട്ടണം, നമുക്കെല്ലാം മനസ്സിലുണ്ട് കാശിന് ഉപകാരമില്ലാത്ത മനസ്സിലും. ആ മനസ്സലിവ് കയ്യിലിരുന്നോട്ടെ, അത് ആയിക്കോട്ടെ, അതെല്ലാം. പക്ഷെ ആ മനസ്സലിവിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു ചെറുവരിൽ പോലും അനക്കാത്ത മനസ്സലിവ്, ഓടിച്ചെല്ലാൻ കഴിയാത്ത മനസ്സലിവ്, ഒരു രൂപ മുടക്കാൻ കഴിയാത്ത മനസ്സലിവ്, 1 മണിക്കൂർ ചെലവഴിക്കാൻ കഴിയാത്ത മനസ്സലിവ്. ഈ മനസ്സലിവിനെ കുറിച്ചല്ല പറഞ്ഞത്. റിയൽ സെർവൻസ് ആയി കവിയോ, എനിക്ക് ഭയങ്കര സങ്കടം, എനിക്ക് ഭയങ്കര ആ സങ്കടത്തെ കുറിച്ചല്ല പറയുന്നേ. ആ പ്രോപ്പർ ടൈമിൽ നമ്മളെയാണോ അവിടെ നിർത്തി? ഇപ്പൊ ഒരു സഭയില് 80-100 പേരുടെ, ആ 100 പേർക്കും ആയിരിക്കത്തില്ല ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു സമയത്ത്. മാറി മാറി ദൈവം ഇടും, മാറി മാറി ദൈവം ഓരോരുത്തർക്ക് ആ ഓപ്പർച്യൂണിറ്റി തരും. ആ ടൈമിൽ അവരെ ആയിരിക്കാം അവിടെ നിർത്തുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓ ലോർഡ്, എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ അങ്ങയുടെ പ്രിയനാണ്, എന്നെ വിശുദ്ധനായി മാറ്റി നിർത്തിയിരിക്കുകയാണ്, ഞാൻ വക്രതയും കോട്ടയുടെ തലങ്ങളും വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ അകപ്പേ സ്നേഹമാണ് എന്നിൽ നിറയേണ്ടത്. ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ആവശ്യക്കാരനെ കാണുമ്പോൾ, ഒരു പ്രയാസമുള്ള ആളെ കാണുമ്പോൾ, ഒരു നുറുങ്ങിയിരിക്കുന്ന ആളെ കാണുമ്പോൾ, മനസ്സകർന്നിരിക്കുന്ന ആളെ കാണുമ്പോൾ ഞാൻ നിയമം കൊണ്ട് ചെല്ലത്തില്ല, പിന്നെയോ ഞാൻ അകപ്പേ സ്നേഹത്താൽ നിറയുന്ന കമ്പാഷൻ, ആർദ്രമായ ഒരു മനസ്സലിവ് എനിക്കുണ്ടാകും, ഉണ്ടാകണം. അപ്പോൾ ആർക്ക് പ്രയോജനപ്പെടും? വീട്ടിലിരുന്ന് നമ്മൾ അലിയുന്ന അലിവല്ല, പിന്നെയോ എന്ന് വെച്ചാൽ നമ്മുടെ ആ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. പക്ഷേ ആ വ്യക്തിയോട്, ആ സംഭവത്തോട്, ആ പർട്ടിക്കുലറായ ഈവന്റിനോട്, ആ ഇൻസിഡന്റിൽ, അല്ലെങ്കിൽ അത് ആരോട് ബന്ധപ്പെട്ടിരിക്കുന്നോ, അത് പരസ്പരം മാറി മാറി വരും, അത് മാറി മാറി വരും. അവിടെയെല്ലാം നമ്മൾ ആഗ്രഹിക്കണം, എനിക്ക് ആ മനസ്സലിവ് വേണം കർത്താൻ. എനിക്ക് ഒരു പ്രയോജനവുമില്ലാത്ത, എന്തുകൊണ്ട് ഒരു അയ്യോഭാവം പറയുന്ന മനസ്സലിവിനെ കുറിച്ച് അല്ലോടെ പറയുന്ന, പിന്നെയോ ആക്റ്റായി പ്രവർത്തിക്കുന്ന ഒരു മനസ്സലിവ്. ദൈവമക്കളത് ഓർത്തോണം. ഒന്നും ചെയ്യാൻ കഴിയാത്ത എന്താ പറയണ, പ്രവർത്തിക്കാൻ കർമ്മരഹിതമായ ഒരു മനസ്സലിവല്ല, കർമ്മനിരതമായ ഒരു മനസ്സലിവ്. ആ മനസ്സലിവ് എന്താ അതിന് കാരണം? കാരണം നമ്മൾ കേട്ടിട്ടില്ലേ, കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ അവരോട് മനസ്സലിഞ്ഞു. മനസ്സലിഞ്ഞിട്ട് അതിനോട് ഒരു പ്രവൃത്തിയുണ്ട്. മനസ്സലിഞ്ഞെങ്കിൽ that means that leads to a compassion leads to a good work. Compassion leads to a great hand of help. ഒരു വലിയ സഹായത്തിന്റെ കരം നീട്ടാൻ പ്രചോദിപ്പിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് കമ്പാഷൻ. അത് ആർക്ക് വേണം? തന്റെ ജനത്തിന് വേണം. 2 കൈൻഡ്നസ്, ദയ. ദയ എന്ന് പറയുമ്പോൾ ടെൻഡർ ഫീലിംഗ് ടു ഓൾ, എല്ലാവരോടും എല്ലായ്പ്പോഴും നമുക്ക് ദയ ഉണ്ടായിരിക്കണം. അതൊരു പ്രത്യേകമായ വ്യക്തിയോട് പ്രത്യേകമായ സമയത്തുണ്ടാകുന്നതല്ല. ദയ എന്ന് പറയുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ആ ആർദ്രമായ ആ വികാരം എല്ലായ്പ്പോഴും എല്ലാവരോടും ദൈവം ആഗ്രഹിക്കുന്നു, ദയ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പിന്നെ ഇവിടെ നമുക്കറിയാം ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്, എന്താ പറയണ്ടേ? ദയാ, താഴ്മ, ഹ്യൂമിലിറ്റി. എന്താണ് നമുക്ക് വേണ്ട ഹ്യൂമിലിറ്റി? നമുക്ക് വേണ്ട ഹ്യൂമിലിറ്റി എന്ന് ചോദിച്ചാൽ ട്രൂ സെൽഫ് നോളജ്. എന്താണ്? ഒരാൾക്ക് താഴ്മയുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ആ ആൾക്ക് ആളുടെ പരിമിതികൾ അറിയാം. ആ ആൾക്ക് ആ ആളെ കുറിച്ച് താനൊരു മഹാസംഭവമാണെന്നുള്ള തോന്നൽ. ഒരാൾ താഴ്മയുള്ള ആളാണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? ഞാൻ എപ്പോഴും പറയാതെ പോലെ ആളുടെ താഴ്മയായ പ്രാർത്ഥന കേട്ടല്ല, ഞാൻ എന്നെ താഴ്ത്തുന്നു, എന്നെ പൊടിയോളം താഴ്ത്തുന്നു, ഞാനൊരു പുഴുവാണ്, ഇങ്ങനൊന്നും ആരുടെ താഴ്മ അടക്കല്ലേ. താഴ്മ എന്ന് പറഞ്ഞാൽ, ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ എന്നെ മനസ്സിലാക്കിയാണ്, ഐ എം നത്തിങ്, ഞാൻ ഒന്നുമല്ല. നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാൽ മാത്രം. നിർത്തുന്നത് ദൈവമാണ്, നടത്തുന്ന ദൈവമാണ്. എന്റെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. എന്റെ പരിമിതികൾ ഇതാ. ഞാൻ എന്നെ കുറിച്ചുള്ള എന്റെ ഒരു അറിവ് എന്തറിവാ? എന്റെ ജീവിതത്തിന്റെ എല്ലാ ആ പരിമിതി. ഞാൻ പലപ്പോഴും ദിവസം കർത്താവേ ആ അല്പത്തം അറിയുന്നു, ശരിക്കും അത് നമ്മളെ അറിയിപ്പിക്കും ദൈവം. ഇത്രേ ഉള്ളൂ, ഇതിനപ്പുറം ഇല്ല, ഇതാണ് ഞാൻ എന്നുള്ള എന്റെ തിരിച്ചറിവ് എന്ത് മറ്റുള്ളവർക്ക് പുറപ്പെടുവിക്കും? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ താഴ്മയുള്ളവരാണ്. അതേസമയം നാം നമ്മെ കുറിച്ച് അധികമായി ചിന്തിച്ചു തുടങ്ങിക്കേ, ഹ്യൂമിലിറ്റി എന്നുള്ളത് വെറും ഒരു പേര് മാത്രമായിരിക്കും, ഒരു ആക്ഷൻ ആകത്തില്ല. ഇന്ന് രാത്രി ഈ വചനങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവമക്കൾ ഓർത്തോണം,
നമ്മൾ കുറെ ടേംസ് അല്ല ചിന്തിക്കുന്നത്, നമ്മൾ ആക്ഷൻസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രവൃത്തി പദത്തിൽ വരേണ്ട സ്വഭാവ സവിശേഷതകൾ. ഒരാൾ ഹ്യൂമിലിറ്റി. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ശോധന കഴിച്ചാൽ മതി. എനിക്ക് ഹ്യൂമിലിറ്റി ഉണ്ടോ ഇല്ലയോ, എനിക്ക് താഴ്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എന്തുവാ? എന്റെ ശബ്ദത്തിന്റെ വോളിയം കുറച്ച് ഞാൻ സംസാരിക്കുന്നതല്ല, ഞാൻ മെല്ലെ നടക്കുന്നതല്ല, ഞാൻ എന്താ ഡിലേ ആയിട്ട് സംസാരിക്കുന്നതല്ല, ഞാൻ റിപ്ലൈ താമസിക്കുന്നതല്ല, ഞാൻ ആരോടൊന്നും ഇതൊന്നും ഹ്യൂമിലിറ്റിയുടെ അടയാളമല്ല. ഹ്യൂമിലിറ്റിയുടെ അടയാളം എന്ന് ചോദിച്ചാൽ ഒരുവൻ തന്നെ കുറിച്ച്, തന്റെ പരിമിതികളെ കുറിച്ചും, താൻ ഇത്രയേ ഉള്ളൂ, എന്നെ നടത്തുന്ന ദൈവമാണ്, എനിക്ക് അറിയാം, എന്റെ ജീവിതം അവന്റെ കൈകളിൽ ആയിരിക്കുന്ന കൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് നേരെ നിൽക്കുന്നത്, അപ്പുറമായി എനിക്കൊന്നുമില്ല എന്ന് തന്നെ കുറിച്ചുള്ള, തന്റെ പരിമിതികളെ കുറിച്ചുള്ള, താൻ ഏതുമില്ലെന്നുള്ള, പാപി ആയിരുന്നു, ഇപ്പോഴും പാപം ചെയ്യാനുള്ള എല്ലാ സാധ്യതയിൽ ആണ് ഞാൻ ജീവിക്കുന്നത്, പക്ഷെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് കർത്താവാണെങ്കിൽ ഇനിയും എന്നെ രക്ഷിച്ചു നടക്കാൻ അവൻ ശക്തനാണെന്നുള്ള ദൈവാശ്രയത്തിൽ തന്നെ തന്നെ മനസ്സിലാക്കുന്നതിനാണ് യഥാർത്ഥ താഴ്മ. അപ്പൊ എന്ത് ഗുണം ഉണ്ടാവും? അങ്ങനെയുള്ള ഒരൊറ്റ ഒരാളെ വിധിക്കത്തില്ല. ആ വ്യക്തിയുടെ പ്രത്യേകത, അവർ തന്നെ തന്നെ വിധിക്കും, മറ്റൊരാളെ വിവേചിക്കും, പക്ഷെ ഒരിക്കലും ആരെയും വിധിക്കും. താഴ്മയില്ലാത്തൊരു ഉറപ്പ് കാര്യമാണ്. അവർ ചാടിക്കറി മറ്റുള്ളവരെ വിധിക്കും. തന്നെ കുറിച്ച് ഇപ്പൊ എനിക്ക് എന്റെ പരിമിതികളും എന്റെ ബലഹീനതകളും എന്റെ ജീവിതത്തിന്റെ സകല അവസ്ഥകളും വ്യക്തമായി ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കൊരു മനുഷ്യനെ വിധിക്കാനുള്ള ധൈര്യം, അത് മറക്കുമ്പോഴാണ് ചാടിക്കയറി നമ്മള് വിധി. നമ്മളെ തന്നെ നമ്മൾ മറക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ തുടങ്ങും. നമ്മളെ തന്നെ നമ്മൾ ഓർക്കുമ്പോൾ മറ്റുള്ളവരെ വിവേചിക്കത്തേ ഉള്ളൂ, നമ്മൾ ഒരിക്കലും വിധിക്കാൻ ഇടയാണ്. അപ്പൊ ഇത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൗ ടു ബ്രിങ് ഇറ്റ് ഇൻ ടു ആക്ഷൻ. അതാണ് ചിന്തിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ ആട്രിബ്യൂട്ട്സ്? നമ്മൾ പറയുകയാണ് കർത്താവ് ദീർഘക്ഷമയുള്ളവനാ. ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കുന്നില്ലെങ്കിലോ? അപ്പന് മക്കളോട് കരുണയുടെ ഭക്തന്മാർ നമ്മൾ പറയുന്നത് കർത്താവിന്റെ എന്താ പറയുക ആട്രിബ്യൂട്ട്സിനെ കുറിച്ച്, സ്വഭാവ സവിശേഷതയെ കുറിച്ച് നമ്മൾ വാഴ്ത്തിപ്പാടുന്നവരാണ്. നമുക്കത് കേവലം ഒരു വാഴ്ത്തിപ്പാടൽ മാത്രമാണോ? അനുഭവിച്ചിട്ടാണോ വാഴ്ത്തിപ്പാട്? നമ്മളെല്ലാരും പറയും, യോ ഞങ്ങൾ 100% ദൈവത്തിന്റെ ക്വാളിറ്റീസ്, സ്വഭാവത്തിന്റെ സവിശേഷത അനുഭവിക്കാത്ത ആരും എന്നെ കേൾക്കുന്നില്ല, ഞാനുമില്ല. അങ്ങനാണെങ്കിൽ ഒരു ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എന്തിനു വേണ്ടിയുള്ളതാ? അത് അനുഭവിക്കാനുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനുള്ളതാ, ബന്ധങ്ങളിലേക്ക് ഒഴുകിയെത്താനുള്ളതാ, പരസ്പരം കൈമാറാനുള്ളതാ. ഇത് അറിഞ്ഞുകൊണ്ട് വേണം ഈ ഭാഗങ്ങൾ ചിന്തിക്കാൻ. അതായത് എന്ത് ധരിക്കരുതെന്ന് നമ്മൾ ചിന്തിച്ചു, എന്ത് ഓടിയകലണം നമ്മൾ ചിന്തിച്ചു, എന്ത് സംസാരിക്കരുത്, എന്ത് പാടില്ല, അതുപോലെ തന്നെ എന്ത് ധരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളെ ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു സൗമ്യത, നീക്ക്നെസ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ചിന്തിക്കുന്ന, ഞങ്ങൾ ഇങ്ങനെ പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യും. മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ് എന്ന് പറയും. മീക്ക്നെസ്, സൗമ്യത, താഴ്മ. എന്നിട്ട് പറയാണ് സൗമ്യത. എന്താ സൗമ്യത? സൗമ്യത ഒരു ബലഹീനതയല്ല, പക്ഷെ സൗമ്യതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സൗമ്യതയുള്ളവരെ ആരും തെറ്റിദ്ധരിക്കരുത്, അവർക്ക് ദേഷ്യമില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. സൗമ്യതയുള്ളവരെ ആരും തെറ്റിദ്ധരിക്കരുത്, അവർക്ക് സ്വന്തമായ ആഗ്രഹങ്ങളില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. അവർക്ക് തർക്കിക്കാൻ അറിയത്തില്ല, വാദിക്കാൻ അറിയത്തില്ല, അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അവരുടെ ക്വാളിറ്റി എന്നറിയാവോ? നോട്ട് സെൽഫ് വിൽഡ്. അതായത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവരൊരിക്കലും തങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. സ്വന്തം ഇഷ്ടങ്ങളുണ്ട്, സ്വന്തം താല്പര്യങ്ങളുണ്ട്, അവർക്കറിയാം, അവർക്ക് ആഗ്രഹങ്ങളില്ലാത്തവരല്ല. പക്ഷെ അവരുടെ ഒരു പ്രത്യേകത, മീക്ക്നെസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഓരോരുത്തർക്കും സെൽഫ് വില്ല് തന്നിട്ടുണ്ടല്ലോ, പക്ഷെ അവർ സെൽഫ് വില്ല് അനുസരിച്ച് പ്രവർത്തിക്കത്തില്ല. ദൈവം നമുക്ക് സ്വതന്ത്രമായി ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ശക്തി തന്നിട്ടില്ലേ? പക്ഷെ സൗമ്യതയുള്ളവരുടെ പ്രത്യേകത, അവർ ആ രീതിയിലേക്ക് പോകത്തില്ല. അവർ ദൈവത്തിന്റെ ഇഷ്ടത്തിന് തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ആ ആൾക്കാർക്ക് പറയുന്ന പേരാണ് സൗമ്യം. അവരെ കാണുമ്പോൾ മറ്റുള്ളവർ പറയും, ഈ വ്യക്തിക്ക് ഈ പുള്ളി എന്ത് ബലഹീനര, ഒന്നും തക്ക സമയത്ത് ഒരു മറുപടി പോലും പറയാൻ അറിയത്തില്ല.
ഞാനായിരുന്നു നല്ല ചുട്ട മറുപടി കൊടുത്തേനെ, ഞാനാണെങ്കിൽ നല്ല ഉത്തരം കൊടുത്തേനെ, ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തേനെ. കാരണം ഈ വീക്കായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ, സൗമ്യതയുള്ളവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നിപ്പോയൊരു വീക്കാണെന്ന്. ഒന്നുകൂടെ പറയാം, വീക്കായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും തോന്നും they are weak, but weakness is not a weakness. സൗമ്യത ഒരു ബലഹീനതയല്ല. അതായത് പറയാൻ അറിയാഞ്ഞിട്ട് പറയാത്തതല്ല, ദേഷ്യപ്പെടാൻ അറിയാണ്ട് ദേഷ്യപ്പെടാത്തതല്ല, പൊട്ടിത്തെറിക്കാൻ അറിയാത്തതുകൊണ്ട് പൊട്ടിത്തെറിക്കാഞ്ഞതല്ല. അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരാ സെൽഫ് വില്ലിലേക്ക് തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നോട്ട് സെൽഫ് വിൽ. ഇതെല്ലാം ഉണ്ട്. കാരണം മനുഷ്യരായി ജീവിക്കുന്നതില്ലാതെ ആരുമില്ല. പക്ഷേ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രതികരിപ്പാൻ ഇച്ഛാശക്തി ഉണ്ടായിട്ടും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രതികരിക്കുന്നവരെ പറയുന്ന പേരാണ് സൗമ്യർ. ഒന്നും പ്രതികരിക്കാത്തതിനെ കുറിച്ചല്ല. പാസീവായ ആൾക്കാർക്കുള്ള പേരല്ല സൗമ്യർ. നിഷ്ക്രിയമായി ജീവിതത്തെ കാണുന്നവരുടെ പേരല്ല സൗമ്യർ. അത് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. വികാര വിചാരങ്ങളോട് ആഞ്ഞടിക്കാൻ കഴിവില്ലാത്തവരല്ല മീക്കായ ആൾക്കാർ. മറിച്ച് അവർക്കൊരു സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ട്, ഒരു ദൃഢനിശ്ചയം. എന്താണെന്നറിയോ? ഞങ്ങളുടെ വില്ലിന് ഞങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിനെ ഞങ്ങൾ പ്രതികരിക്കത്തുള്ളൂ. മിണ്ടാതിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം, മിണ്ടുന്നെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷെ കാഴ്ചക്കാർക്ക് അങ്ങനെ തോന്നത്തില്ല. കാഴ്ചക്കാർക്ക് തോന്നും ഒരു കഴിവില്ല, ഒരു കഴിവില്ല, ഒന്നും പറയാൻ അറിയത്തില്ല. പറഞ്ഞിട്ട് അവര് മിടുക്കരായിട്ട് പോയി, ഇവരങ്ങ് മിണ്ടാതെ നിന്നു. പക്ഷെ ദൈവം പറയും, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. സൗമ്യത ഒരു ബ്ലെസ്സഡ്നെസ്സാ. Meekness is a blessedness. Jesus preached and teach his disciples. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അനുഗ്രഹത്തിന്റെ അവസ്ഥയുടെ ഒരു അനുഗ്രഹീത അവസ്ഥയാണ് ബ്ലെസ്സഡ്നെസ് ആണ് മീക്ക്നെസ് എന്ന് പറയുന്നത്. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, വളരെ പ്രയാസമുള്ള കാര്യം. അതിന് എളുപ്പമാർഗമാണ് നമ്മൾ ഈ പറയുന്നത്. എന്താണ് ഒരാൾക്ക് മീക്കാകാനുള്ള എളുപ്പമാർഗം? നമുക്ക് സൗമ്യത പുറപ്പെടുവിക്കാൻ എളുപ്പമാർഗം എന്നു ചോദിച്ചാൽ നാം സെൽഫ് ഡിറ്റർമൈൻ ചെയ്യണം. വ്യക്തിപരമായൊരു ദൃഢനിശ്ചയത്തിലേക്ക് വരണം. ഞാൻ എന്റെ വികാരങ്ങൾക്കനുസരിച്ച് എന്റെ നാവിനെ വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ അവിടെ സംസാരിക്കത്തുള്ളൂ. ഞാൻ സെൽഫ് വിൽഡ് ആകത്തില്ല, ഗോഡ്സ് വിൽഡ് ആവും. ദൈവ ഹിതത്തിന് മാത്രമേ ഞാൻ നാവ് ചലിപ്പിക്കത്തുള്ളൂ, പ്രതികരിക്കത്തുള്ളൂ, പെരുമാറത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോഴാണ് സഭയുടെ മുമ്പിൽ ഒരു ക്വാളിറ്റി വെളിപ്പെടും. യെസ്, he is meek, she is meek. അവർ സൗമ്യരാവും. അല്ലാതാരും ചിന്തിക്കരുത് തങ്ങളെ തൊടാത്ത കാര്യങ്ങൾ നടക്കുമ്പം വായടച്ചിരിക്കുന്നവർ സൗമ്യരാന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതായത് തങ്ങളെ തൊട്ട് നോക്കാം, അപ്പൊ അറിയാം സൗമ്യരാണോ. തങ്ങളെ ബാധിക്കുന്ന വിഷയം വരുമ്പോഴും പ്രതികരണം ആർക്ക് വിട്ടുകൊടുക്കുക? ദൈവത്തിന് വിട്ടുകൊടുക്കുക. സെൽഫ് വില്ലിലേക്ക് പോകാതെ ഗോഡ്സ് വില്ലിലേക്ക് പോയി തങ്ങളുടെ ആ സെൻസ് ഓർഗൻസിനെ അതിന് വിട്ടുകൊടുക്കുന്നവർക്ക് പറയുന്ന പേരാണ് മീക്ക്നെസ്. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞാട്ടെ, മീക്ക്നെസ് അല്ലെ? നിങ്ങൾ ഉറക്കം പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്. അതാണ് എന്തുകൊണ്ടാണ് ഈ പലർക്കും ഈ മീക്കാകാൻ പ്രശ്നം. മീക്ക്നെസ് ആൾക്കാർ ഒരു ബലഹീനതയായി കാണും, കഴിവില്ലായ്മയെ കാണുന്നത് നമുക്ക് ഇഷ്ടമല്ല. ഒരു കഴിവില്ലാത്തവരെ നമ്മളെ. പക്ഷെ അപ്പൊ നമ്മൾ ആരെ ഓർക്കണം? നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണം ഓർക്കണം. സൗമ്യതയുള്ളവർ അനുഗ്രഹിക്കപ്പെടും. എന്തുകൊണ്ടവർ ദൈവത്തെ കാണുമെന്നല്ലേ. അവർ ഭൂമിയെ അവകാശമാണ്. ഹൃദയശുദ്ധിയുള്ളവർ അല്ലെ, അവിടെയാണ് ദൈവത്തെ. സൗമ്യ അങ്ങനെയാണല്ലോ. നമ്മൾ എത്ര മത്തായി 5:6 ഓക്കെ. എനിവേ ആ സൗമ്യത ഒരു ബ്ലെസ്സഡ്നെസ് ആണ്. പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ സൗമ്യതയുള്ളവർ ബ്ലെസ്സഡ് ആണ്, ഒരു വലിയ ജയമാണ്. ലോകം പറയും ഇവനൊരു ലോക തോൽവിയാ. ദൈവം പറയും ഇവനൊരു ജയമാ, ഇവനൊരു അനുഗ്രഹമാ, ഇവനൊരു അസറ്റാ സഭയ്ക്ക്, ഇവൻ കുടുംബത്തിനൊരു അനുഗ്രഹമാ. കാരണം ഇവന്റെ വില്ലനുസരിച്ച് എടുത്ത് ചാടത്തില്ല. എപ്പോഴും ദൈവത്തിന്റെ വില്ലിന് പ്രാധാന്യം കൊടുക്കണം. ഈ സൗമ്യതയുള്ള കുടുംബത്തിനൊരു അനുഗ്രഹമാ. ഈ സൗമ്യതയുള്ള സ്ത്രീ, പുരുഷൻ, ഭവനത്തിന്, സഭയ്ക്ക് ഒരു അനുഗ്രഹമാ. യേശു പറഞ്ഞു, ബ്ലെസ്സഡ് ആർ ദ മീക്ക് വൺസ്. ഭൂമിയെ
അവർ ഭൂമിയെ അവകാശമാണ്. They shall inherit earth. അതിന് അത് തമ്മിൽ ഒട്ടും മാച്ച് ചെയ്തില്ലല്ലേ? അവകാശമാക്കണം മറ്റു പലതൊക്കെയാണ് നമ്മൾ കരുതിയേക്കുന്നത്. പക്ഷെ ഈ ആൾക്കാർ ഒരു നേട്ടം കൊയ്യുന്നവരാണെന്ന് ചുരുക്കം, അല്ലെ? അവർ നേടും. കാരണം അവർ പലതും നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് നേട്ടം കൊടുക്കേണ്ട ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മൾ അത് ചിന്തിച്ചു. അപ്പൊ നമുക്കിതെല്ലാം പ്രായോഗികമാക്കണ്ടേ? നമ്മൾക്ക് ആ പ്രായോഗികത നിങ്ങളുടെ ഹൃദയത്തിലൂടെ എത്തുന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ആക്ഷനിലേക്ക് വരിക. ക്വാളിറ്റീസ് അല്ല, ദൈവത്തിന്റെ ദീർഘക്ഷമ. എന്റെ സിസ്റ്ററെ, എന്റെ ബ്രദറെ, എന്റെ പാസ്റ്ററെ, കർത്താവ് എന്നോട് ക്ഷമിച്ചു, ആ ക്ഷമ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, കർത്താവിനെ കരുതി. ഇതെല്ലാം ആക്ഷനിൽ വന്നുകൊണ്ടാണ് നമുക്ക്. ഇതൊന്നും വേർഡിൽ ഇന്നും നിൽക്കുന്നില്ല, എല്ലാം പ്രവൃത്തി പദത്തിൽ വരുന്നുണ്ട്. ഇതുപോലെ നമ്മളുടെ ആട്രിബ്യൂട്ട്സും എങ്ങനെ വരട്ടെ? സഭയ്ക്ക് അത് പ്രയോജനപ്പെടട്ടെ, സമൂഹത്തിന് അത് പ്രയോജനപ്പെടട്ടെ, പരസ്പര അവയവങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. അപ്പോഴാണ് ദൈവസഭ ധാരാളം കൃപ അനുഭവിച്ചുകൊണ്ട് എന്ത് നടക്കുന്നു? സഭയ്ക്കകത്ത് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് വെളിപ്പെടും. എ ലവിങ് ആറ്റിറ്റ്യൂഡ്. ഇതിന്റെ പ്രധാന ഭാഗം കൂടെ പറയുന്നുണ്ട്. ഇതെല്ലാം പൊതിഞ്ഞിരിക്കുന്നത് അകപ്പെ സ്നേഹം കൊണ്ടാണെന്ന് തുടർന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത വാക്ക് എന്താണ്? എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കണം, ഫൊർഗീവ് ചെയ്യണം. അന്യോന്യം, ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. അതായത് മീക്ക്നെസ് ഉണ്ട്. ഇനിയും വേണ്ടത് പേഷ്യൻസ് വേണം, ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ലോങ് സഫറിങ് വേണം, ദീർഘമായി ക്ഷമിക്കണം. എന്താണ് പേഷ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വില്ലിംഗ്നെസ് ടു വെയിറ്റ് വിത്തൗട്ട് ലൂസിങ് സ്പിരിറ്റ് ഓഫ് ലവ് ആൻഡ് കോൺഫിഡൻസ്. ആ സ്നേഹത്തിന്റെ ആത്മാവിനെ കൈവിട്ട് കളയാതെ, ധൈര്യം കൈവിട്ട് കളയാതെ ഏത് കാര്യങ്ങൾക്കും ഒന്ന് കാത്തിരിക്കാനുള്ള ഒരു മനസ്സ്. ഒന്ന് വെയിറ്റ് ചെയ്യും. ചാടിക്കറി പറയണ്ട, ചാടിക്കറി ഉത്തരം കൊടുക്കണ്ട. ലെറ്റ് us വെയിറ്റ്. ക്ഷമിക്കാം. അതായത് കാരണം ചാടിക്കേറിയുള്ള ഉത്തരം എന്തിനെ നഷ്ടപ്പെടുന്നറിയോ? സ്നേഹത്തിന്റെ ആ സ്പിരിറ്റ് ഓഫ് ലവ് നഷ്ടപ്പെടുത്തും. നമ്മളത് പലപ്പോഴും നമ്മുടെ വീടുകളിൽ അനുഭവിച്ചറിയുന്നതല്ല. ചാടിക്കേറി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ പോയി കിട്ടും, അല്ലേ? എന്നാൽ നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അന്തരീക്ഷം മാറി മറിയുന്നു. നമ്മള് ചാടിക്കേറി പറഞ്ഞ ഏത് വാക്ക് നിങ്ങൾ എടുത്തു പോയിക്കോ, നമ്മളെ അസ്വസ്ഥരാക്കിയിട്ടുള്ളതല്ലാതെ നമുക്ക് ഒരിക്കലും സ്വസ്ഥത. സഭയിലും അങ്ങനെയാണ്, വീട്ടിലും അങ്ങനെയാണ്, സമൂഹത്തിലും. അപ്പൊ ആ പേഷ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം. പക്ഷെ അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ലോങ് സഫറിങ്, അതായത് അതിന്റെ അർത്ഥം ഈ പൊറുക്കുക, സഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ നോട്ട് ഈസിലി പ്രൊവോക്ഡ്. ഇങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മറ്റൊരാളുടെ സ്വഭാവ വൈകല്യം എന്നെ പ്രകോപിപ്പിക്കാൻ പാടില്ല. ഇതാണ് നമുക്ക് വേണ്ട ഈ പേഷ്യൻസ് ആൻഡ് ലോങ് സഫറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? വ്യത്യസ്ത സ്വഭാവമുള്ളവരാ വീട്ടിലും സഭയിലുള്ളവർ. മറ്റൊരാളുടെ സ്വഭാവത്തിന്റെ വൈകല്യമാണല്ലോ നമ്മളെ ഏറ്റവും പ്രശ്നമുള്ളവരാക്കി തീർക്കുന്നത്. അപ്പോഴല്ലേ നമ്മള് എല്ലാം അതുവരെയുള്ളതെല്ലാം ഇവിടെ കർത്താവേ പുതിയതായിട്ട് ഒന്നുകൂടെ തുടങ്ങാം പ്രാർത്ഥന, ഇന്നൂടെ ക്ഷമിക്കരുത്, ഇന്നൂടെ പറയാനുള്ള പറഞ്ഞിട്ട് നാളെ തൊട്ട് വീണ്ടും ഞാൻ റെഡി ആയിക്കോണം. കാരണം പ്രൊവോക്ഡായി നമ്മള്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, Lord, I need that patience and long suffering so that I may not be provoked by others. ആ ക്യാരക്ടറിന്റെ ഡിഫക്റ്റ് കൊണ്ട്, മറ്റൊരാളുടെ സ്വഭാവത്തിന്റെ വൈകല്യം കൊണ്ട് എന്നെ പ്രൊവോക്ഡ് ആകരുത്, ഞാൻ പ്രകോപിക്കപ്പെടരുത്. എനിക്ക് അതിനുള്ള കൃപ തരണം. സത്യം പറയട്ടെ, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കും, കർത്താവേ ദുഷ്ടന്റെ പ്രലോഭനത്തിൽ നിന്നും മാനുഷിക പ്രകോപനത്തിൽ നിന്നും എന്നെ വിടുവിക്കാൻ. എന്റെ ഏറ്റവും വലിയ 30 ഈ ഒക്ടോബർ 95 ഒക്ടോബർ 22 ഞാൻ സ്നാനപ്പെടുന്നത്. ഈ 2025 ഒക്ടോബർ 22 ആകുമ്പോൾ 30 വർഷമായി 30 വർഷത്തിന്റെ സീനിയോറിറ്റി പറയല്ല ഞാൻ. ആ 33 ദശാബ്ദങ്ങൾ പിന്നിടുമ്പോൾ ഇന്നും ജീവിതത്തിൽ ജയം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന, പെടാപ്പാടുപെടുന്ന ഒരു മേഖലയാണ് ഈ പ്രൊവോക്കേഷൻ. മറ്റുള്ളവരുടെ പെരുമാറ്റ രീതിയിൽ അസഹ്യപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന പ്രൊവോക്കേഷൻ, അത് ജോലി സ്ഥലത്തുണ്ടാകാം, അത് പഠന സ്ഥലത്തുണ്ടാകാം, അത് വീട്ടിലുണ്ടാകാം, അത് സഭയിലുണ്ടാകാം, അത് പുറത്തുണ്ടാകാം, വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകാം, അയൽവക്ക ബന്ധങ്ങൾ ഉണ്ടാകാം. അത് നിമിത്തം എന്ത് സംഭവിച്ചു? പെന്തിക്കോസ് സമൂഹം ഇന്ന് ഏറ്റവും മല്ലപ്പെടുന്നതിന്റെ പ്രധാന കാരണം എല്ലാവരും കൊല ചെയ്തിട്ടല്ല, എല്ലാവരും വ്യഭിചാരം ചെയ്തിട്ടല്ല, പലരും ഉപകാരം ചെയ്യാനിട്ടുമല്ല, പല ഉപകാരവും ചെയ്യും. പക്ഷെ അവസാനം ഒറ്റ പ്രൊവോക്കേഷനിൽ ഉപകാരം മറക്കും. ഉപകാരം മേടിച്ച് എല്ലാവരും ഒന്ന് മറക്കും. അവരുടെ മുമ്പിൽ ഓർമ്മ വരുന്ന ആ പ്രൊവോക്കേഷൻ, ആ പ്രകോപനം നന്നായി കൈയഴിച്ച് സഹായിക്കും. പക്ഷെ അതെല്ലാം ഒരു ഒറ്റ നിമിഷത്തെ പ്രകോപനം കൊണ്ട്
അച്ചുടക്കി. ഇന്ന് രാത്രി നമുക്ക് ആഗ്രഹിച്ചൂടെ, പ്രാർത്ഥിച്ചൂടെ, കർത്താവേ, ബന്ധങ്ങളിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ, സ്വന്തങ്ങളിലായിരിക്കുമ്പോൾ, പരസ്പര സഹകരണത്തിലായിരിക്കുമ്പോൾ, ശരീരത്തിന്റെ അവയവങ്ങളായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങയുടെ സ്വഭാവം തരണം. അങ്ങ് എന്തുമാത്രം അങ്ങയെ പ്രൊവോക്ക് ചെയ്യാൻ ആൾക്കാര് എന്തെല്ലാം ചോദ്യങ്ങൾ, എന്തെല്ലാം കള്ളത്തരങ്ങൾ, എന്തെല്ലാം എന്താണ് ആരോപണങ്ങൾ. നിന്നിൽ വ്യാപരിക്കുന്നത് ദുഷ്ടശക്തിയാണ്, ഭൂതങ്ങളുടെ തലവനാണ്. നീ കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതം എന്ന് പറഞ്ഞു, നീ അത് പറഞ്ഞു ന്യായപ്രമാണത്തിന് എതിര് പറയുന്ന യേശുവിനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് എന്തെല്ലാം അവർ ശ്രമിച്ചു. പക്ഷെ പ്രവചനം നിവർത്തിയായി. എന്തെന്നറിയോ? വീതികളിൽ കലഹിക്കാതെ തെരുക്കളിൽ ഒച്ച കേൾപ്പിച്ചില്ല എന്നുള്ള അവനെ കുറിച്ച് എഴുതിയ വചനം നിവർത്തിയായി. അതിന്റെ അർത്ഥം ഒന്നും ഉണ്ടായില്ലെന്നാണോ? അവസാന നിമിഷം വരെ പ്രകോപിപ്പാനുള്ള എല്ലാ ആയുധങ്ങളും എല്ലാ മനുഷ്യരിലൂടെ സാത്താൻ ഉപയോഗിച്ചു. പക്ഷെ യേശു ഒരു ജയാളിയായി ഒരിടത്ത് പോലും വീതികളിൽ കപടഭക്തിക്കെതിരെ ആഞ്ഞടിക്കുന്ന യേശുവിന്റെ ശബ്ദം കേട്ടു. പക്ഷെ സ്വന്തമായി ഏറ്റ ഒരാരോപണങ്ങൾക്കും മറുപടി കൊടുക്കുന്ന യേശുവിനെ ആരും കേട്ടില്ല, കണ്ടില്ല. പക്ഷെ ഇന്നെങ്ങനാ? കപടഭക്തിക്ക് മിണ്ടാതിരിക്കും, ആരും ആഞ്ഞടിക്കത്തില്ല. പക്ഷെ സ്വന്തമായി എന്തെങ്കിലും ഒരു ആരോപണമേറ്റാൽ ശക്തമായി ആഞ്ഞടിക്കും. പ്രൊവോക്കേഷൻ. ഇന്ന് രാത്രി ദൈവജനങ്ങളുടെ ഈ ക്വാളിറ്റീസ് ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നീട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല. കാരണം ഞാൻ 17 വരെ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു സംശയം, ദൈവമേ ഈ 17 വരെ പറഞ്ഞ നിർത്തത്തുള്ള കർത്താവ്. ഇല്ല, ഞാൻ 17 വരെ പറയത്തില്ല. ഞാൻ ഈ സമയം ഞാൻ എന്റെ വാച്ച് നോക്കി, ക്ലോക്ക് നോക്കി, 2 വശം നോക്കിയാണ് നിൽക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, എന്റെ വാക്കുകളെ നിർത്താം. അതെ, അടുത്ത ആഴ്ച നമ്മൾ ഫോർഗീവ്നെസ്സിനെ കുറിച്ച് ചിന്തിക്കും. അതൊരു വലിയ പോയിന്റ് ആണ്. അതുകൊണ്ട് എന്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയരെ, നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമുക്കൊരു ലവിങ് ആറ്റിറ്റ്യൂഡ് വേണം, പേഴ്സണൽ ഹോളിനെസ് വേണം. അത് ലോകത്തിന്റെ മുമ്പിൽ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് എവിടെങ്കിലും താളടി ആയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, അത് പേഴ്സണൽ ഹോളിനെസ് ഇല്ലാത്ത ഒരാൾക്കും ക്രിസ്തീയ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയത്തില്ല. കോപിക്കുന്ന, ക്രോധിക്കുന്ന, ദുർനടപ്പിലൂടെ പോകുന്ന, കൃപയിലും ഉപ്പിനാൽ രുചി വരുത്താതെ സംസാരിക്കാതെ വായിൽ തോന്നുന്ന വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിക്കും ലോകത്തിന്റെ മുമ്പിൽ ക്രിസ്തുവിന്റെ ശിഷ്യനായി നിലകൊള്ളാൻ. അതുപോലെ തന്നെ സഭയ്ക്കകത്ത് ഒരു ലവിങ് ആറ്റിറ്റ്യൂഡിൽ, അടുത്ത വാക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ, സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൽ പുതിയ. ഇതെല്ലാം കൂടെ ഒരു ഗിഫ്റ്റ് റാപ്പ് ആണെങ്കിൽ, എന്തുകൊണ്ട് ഗിഫ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ എലമെന്റ്സ്, ഓരോ ഇതാണെങ്കിൽ ഇതിനെ എന്തുകൊണ്ട് പൊതിയണം? ഒരു തിളക്കമുള്ള പൊതി കൊണ്ട് നമ്മൾ ഗിഫ്റ്റ് പൊതിയുന്ന പോലെ ഈ അട്രിബ്യൂട്ട്സിനെ എല്ലാം, ഈ സ്വഭാവ സവിശേഷതയെല്ലാം അകപ്പെ സ്നേഹം കൊണ്ടങ്ങ് പൊതിയണം. നമ്മൾ അടുത്ത ആഴ്ച തുടർമാനമായി ചിന്തിക്കുന്നതായിരിക്കും. നമുക്ക് കണ്ണുകളയ്ക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവെ, ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് മനസ്സിലുള്ളവരാണോ, അതോ ശരിക്കും ഞങ്ങൾക്ക് സഭയിൽ പ്രവർത്തന നിരതമാകുന്ന, കർമ്മനിരതമാകുന്ന ഒരു കമ്പാഷൻ ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു ദയുണ്ടോ? അങ്ങയുടെ ദയ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അങ്ങയുടെ കമ്പാഷൻ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് കമ്പാഷൻ ഉണ്ടെന്ന് പറയേ, അത് പ്രയോജനപ്പെടുന്നുണ്ടോ? ഞങ്ങൾക്ക് ദയുണ്ട്. എനിക്കത് അറിയത്തില്ല, ഭയങ്കര കരുണയാ. പക്ഷെ ഞാൻ ഈ പറയുന്നതല്ലത് എന്റെ കരുണ എന്റെ സഹോദരങ്ങൾക്ക്, എന്റെ ശുശ്രൂഷകർക്ക്, എന്റെ പ്രിയപ്പെട്ടവർക്ക്, എന്റെ സമൂഹത്തിന്, എന്റെ സഭയ്ക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? അതോ ഈ ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണോ? അതോ എന്റെ തോന്നലാണോ? മറ്റുള്ളവർക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് നമ്മുടെ തോന്നലാണോ, നമ്മുടെ അനുഭവമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡിന്, എലമെന്റ്സ് ഓഫ് ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ലവിങ് ആറ്റിറ്റ്യൂഡ്. അതൊരു തോന്നലാണോ, അല്ലെങ്കിൽ അതൊരു നമ്മൾ അവകാശപ്പെടുന്ന ഒരു ആട്രിബ്യൂട്ട് ആണോ? അതോ സഭയ്ക്ക് അത് രുചിച്ചറിയാൻ, തിരിച്ചറിയാൻ, അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സലും, ദയയും, താഴ്മ, ഹ്യൂമിലിറ്റി. നമ്മൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണോ നമ്മൾ ഹ്യൂമിലിറ്റി ഉള്ളവരാന്ന് ആൾക്കാർ കരുതണ്ടേ? ഒന്നിനും പ്രതികരിക്കത്തില്ല. അതാണോ ഹ്യൂമിലിറ്റിയുടെ അടയാളം? അതോ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നു, ഞാൻ നിങ്ങളെ വിധിക്കാൻ ആരുമല്ല, കാരണം എനിക്ക് നന്നായിട്ടറിയാം, എന്റെ പരിമിതികൾ എനിക്കറിയാം, എന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എനിക്കറിയാം. ഞാൻ സത്യമായും പറയുകയാണ്, ഞാൻ ഏതുമില്ല, ഒന്നുമില്ലെന്ന് എന്റെ പ്രാർത്ഥനാവാചകമല്ല, എന്റെ റിയൽ ലൈഫാണ്. ക്രിസ്തുവിൽ മാത്രം ഞാൻ ജീവിക്കുന്നു. ആ കൈ എന്നിൽ നിന്ന് മാറിയാൽ, ആ കരം എന്നിൽ നിന്ന് എടുത്താൽ ഞാൻ പിന്നെ ഏതുമില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഭയത്തോടും വിറയലോടും കൂടിയാണ് ഞാൻ എന്റെ സന്നിധിയിലായിരിക്കുന്നത്. എനിക്ക് താഴ്മ, എനിക്ക് ഒരു അഭിനയമല്ല, എന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ക്വാളിറ്റിയാണതെന്ന് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയട്ടെ. നമ്മൾ മീക്കാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
നമുക്ക് സൗമ്യതയുണ്ടോ? എന്താണ് സൗമ്യത? എന്തു വന്നാലും പ്രതികരിക്കാതെ മിണ്ടാതെ പോകുന്നതാണോ സൗമ്യത? അതോ സെൽഫ് വില്ലിനെ ഏൽപ്പിച്ചു കൊടുക്കുക, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചടിചുടെ സംസാരിക്കാതെയോ പ്രതികരിക്കാതെയോ, അതെ എന്താ പറയുക, അങ്ങനെയുള്ള ഇതിന് സെൽഫ് വില്ലിന് വിട്ടുകൊടുക്കുക, ദൈവത്തിന്റെ വില്ലിന് വിട്ടുകൊടുക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവമല്ലേ നീക്ക്നെസ് എങ്കിൽ, സൗമ്യതയെങ്കിൽ നമുക്കത് ഉണ്ടെങ്കിൽ അത് എത്ര ഇടത്ത് പ്രയോജനപ്പെടുമെന്നറിയാവോ? എത്ര വഴക്കുകളെ മാറ്റുമെന്നറിയാവോ? എത്ര ഭവനങ്ങളെ ശാന്തമാക്കുമെന്നറിയാവോ? എത്ര വ്യക്തികളെ തണുപ്പിക്കുമെന്നറിയാവോ? എത്ര വ്യക്തികൾ ബലപ്പെടുമെന്നറിയാമോ? നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എനിക്കത് വേണം കർത്താവ്, എനിക്ക് ലോങ് സഫറിങ് വേണം, എനിക്ക് പേഷ്യൻസ് വേണം, എനിക്ക് പ്രൊവോക്ഡ് ആകണ്ട. പലപ്പോഴും പലരുടെ സ്വഭാവം മാറിയും കയറിയും വരും. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, ചിലർക്ക് ചില കാര്യങ്ങൾ പിണക്ക് വരാം, ചിലരുടെ മുഖം ഇച്ചിരി വീർത്തിരിക്കാം, ചിലരുടെ മുഖം ഇച്ചിരി അത് കണ്ട ഉടനെ ഞാൻ പ്രൊവോക്ഡ് ആകത്തില്ല. ഞാൻ വെയിറ്റ് ചെയ്യും. ഒരിക്കലും ഞാൻ ചാടിക്കയറി വിധിക്കത്തില്ല, പറയത്തില്ല, ചോദിക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും സ്നേഹത്തോടെ എനിക്ക് എന്ത് ചോദിക്കാം, പക്ഷെ പ്രകോപിക്കപ്പെട്ട് ഞാൻ ഒന്നിനും ഇടപെടത്തില്ല എന്നുള്ളൊരു തീരുമാനം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും സഭയ്ക്ക് അത് വലിയ സമാധാനമായിരിക്കും, കുടുംബത്തിന് അത് വലിയ അനുഗ്രഹമായി, ദേശത്ത് നാം കർത്താവിന്റെ സാക്ഷിയായിരിക്കും. നമുക്ക് നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. തുടർന്ന് നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് ബലപ്പെടുത്തിയ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.